ഇന്നലെ പ്രകാശൻ വരുമ്പോൾ കണ്ടത് വീട്ടിൻ്റെ മുറ്റത്ത് ഈ അമ്മ നായ്ക്കൾ ആക്രമിച്ച് താഴെ ഇട്ടിരിക്കുന്നു. ഒപ്പം 2-3 നായ്ക്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് നായശല്യമുള്ളൊരു പ്രദേശമാണത് അല്ലേ അലമീൻ? ആർക്കും ഒരു സംശയമില്ല. നമുക്ക് പ്രദേശത്തെ മറ്റൊരു അമ്മ കൂടി ചേരുന്നുണ്ട്. അമ്മ, എന്താണ് ഇവിടെ അവസ്ഥ? തെരുവ് നായ ശല്യം രൂക്ഷമാണോ? നിങ്ങൾ കണ്ടോ തെരുവ് നായ്ക്കളാ? അപ്പുറത്ത് കണ്ടോ നിങ്ങൾ? വീഡിയോ എടുത്തോ? നിങ്ങൾ എടുത്തെങ്കിൽ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ അനുഭവം അറിയാം. ഞങ്ങൾ ഈ ചാക്കിൻ്റെ പുറത്ത് നിരന്ന് കിടക്കുക, എന്നിട്ട് ഒരെണ്ണം പുറത്തുനിന്ന് ഒരു പട്ടി വരും. ഈ രണ്ട് കരയും കൂടി തങ്ങളിലുള്ള യുദ്ധമായി ഇവർ നടത്തുന്നത്. ഇത് നമ്മൾ നോക്കി നിന്നാൽ കാണാനും രസമാണ്. അങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് 2 ഭാഗത്തും കൂടി അടിയിടി നടന്നിട്ട് ഇവരങ്ങ് ഈ വന്ന പട്ടിയെ ഓടിച്ചിട്ട് ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്നത് പതിവാണോ? അതോ പതിവാ എന്നും കടിയാ. ഇപ്പൊ സർക്കാർ 5000 രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കടിക്കാൻ ആളുകൾ നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പരിഹാരം ഉണ്ടാകത്തില്ലേ? പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ അതാ പേടിക്കാതെ പുറത്തിറങ്ങാൻ പറ്റുമോ? അല്ല, പേടിയോടുകൂടി വടിയൊക്കെ ആയിട്ടാ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നായകളെ ഓടിക്കാൻ വടിയും കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കുഞ്ഞുങ്ങളെ പുറത്തിറക്കത്തില്ല. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോഴത്തേന് ഞങ്ങൾ വടിയുമായിട്ട് എന്നാ കുഞ്ഞുങ്ങളെയും കൊണ്ട് വണ്ടി വന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അകത്തോട്ട് പോകുന്നത്. സൈക്കിളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ മറിച്ചിടുക, പട്ടി ഓടി കുരച്ച്. വണ്ടി പോകാനൊക്കുന്നില്ല, ജോലിക്ക് പോകാനൊക്കുന്നില്ല ആണുങ്ങൾക്ക്. പിന്നെ മീനും വണ്ടിയുമായിട്ട് വന്നാൽ അവരെ മറിച്ചിടുക, യാത്രക്കാരെയൊക്കെ മറിച്ചിടുക. വണ്ടി മരിച്ച കാർത്തിയാനിയമ്മയെ പരിചയമുണ്ടോ? നേരത്തെ സംസാരിക്കാറില്ല. അവരിവിടെ താമസിക്കുന്നു പോലും ഞങ്ങളിപ്പോൾ മരിച്ചപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ അങ്ങനെ അറിയുന്നത്. അവരുമായിട്ടൊരു സഹകരണമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല. ഇവിടെ നായശല്യം മാത്രമല്ല, ഇവിടെ അല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുനാമി ഉണ്ടായി ഇത്രയും വർഷമായി. ഈ സ്ഥലം നോക്കിക്കേ, നിങ്ങളെ നോക്കിക്കേ, വല്ലതും ചെയ്തിട്ടുണ്ടോ? കടൽ ഓങ്ങിയാൽ ഈ കടൽ അതിന് കിടക്കുന്നുണ്ട്. കടലും പട്ടിയും ഞങ്ങളുമായിട്ട് ഭയങ്കര ദുരിതത്തില്ല. ഈ പഞ്ചായത്തിൽ ഇതുവരെ ഈ തീരദേശത്ത് ഈ വല്ല വെട്ടമെങ്കിലും ഒന്ന് ഇട്ട് തരണ്ടേ. ഇരുട്ടത്ത് ഇവിടെ ഞങ്ങൾ നടന്നു പോകാൻ അതിന് പോലും ഒന്നും ചെയ്യത്തില്ല. നേരത്തെ പരാതി ഒന്നും പറഞ്ഞില്ല കേട്ടോ. പരാതി പറഞ്ഞിട്ട് പരാതിയൊക്കെ ഒരുപാട് പേർക്കേ പറയാനിട്ടുണ്ട്. പരാതിയൊന്നും അവരൊന്നും പരിഹരിക്കുന്നില്ല. ഇതിപ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ 2-3 ദിവസം കാണിച്ച് വരുമ്പോൾ വീണ്ടും ഇതിങ്ങനെ അടുത്ത പട്ടിയെ കൊണ്ട് ഞങ്ങൾക്ക് പുറഞ്ഞു വിട്ടു. പിള്ളേരെ പോലും പള്ളിക്കൂടത്തിൽ വിടാനൊക്കെ തുള്ളുന്ന സത്യം തന്നെ. എന്താ പറയുന്നത്, നമ്മൾ വണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ന് പറയുന്ന പട്ടിയെ ഈ വടിയോട്ട് എന്ന കുഞ്ഞുങ്ങളെ തടുത്ത് കൊണ്ടുവരുന്നത്. എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. അവർ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ്. അവർ വെറുതെ പറയുന്നില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ കൂട്ടം കൂടി നായകൾ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഭാഗത്ത് വലിയ ആൾക്കൂട്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറുഭാഗത്ത് നായകളുടെ ഒരു കൂട്ടവും നമ്മൾ കണ്ടതാണ്. അങ്ങനെ തെരുവ് നായകളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. ഇവർ ജീവനൊക്കെ വലിയ അപകടമുണ്ട്. കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാനും സ്കൂളിലാക്കാനും പുറത്തേക്ക് ജോലിക്ക് പോകാനും മത്സ്യബന്ധനത്തിന് പോകാനും ഒക്കെ വലിയ പേടിയുണ്ടെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിനെ കയ്യിൽ കമ്പും കല്ലുമായിട്ടൊക്കെ ഇറങ്ങണം. ഇങ്ങനെ ആക്രമിക്കാൻ തെരുവ് നായകൾ വന്നാൽ അവരെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് പ്രായമുള്ള അമ്മമാർ ഉൾപ്പെടെ ഓരോരുത്തരും പറയുന്നത്. ഏതായാലും ഇന്നലെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് ഒരു പക്ഷേ കാർത്തിയാനിയമ്മയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. അതിനു മുമ്പ് തന്നെ ഈ നായകൾ 3 നായകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മുഖമൊക്കെ ആ ഫോട്ടോ നമ്മൾ കണ്ടു. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റുന്നതല്ല. ഈ ആക്രമണത്തിന് ശേഷം പരിക്ക് പറ്റി കിടക്കുന്ന കാർത്തിയാനിയമ്മയുടെ ആ ചിത്രം, മുഖമൊക്കെ പൂർണ്ണമായും നമ്മൾ ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വന്ന് ആളുകളെ ആ രീതിയിൽ ആക്രമിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്കി പത്രം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ മുഖമൊക്കെ പൂർണ്ണമായും കടിച്ചു പറിച്ചെടുത്തൊരു സാഹചര്യത്തിലാണ് കാർത്തിയാനിയമ്മയെ കണ്ടത്. മകൻ പറയുന്നത് ഇന്നലെ വന്നെടുക്കുമ്പോൾ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു, പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു നാട്ടിലാണ് ആ ആഘോഷ രാവിലേക്ക് പോകുന്നതിന് കാത്തിരിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി ഇത്തരം അതിദാരുണമായ സംഭവം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ആദ്യം നമുക്കൊരു മെറി ക്രിസ്മസ് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അലമീൻ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ജോമോൻ ഡോക്ടർ, അവിടെ മാത്രമല്ല എല്ലാ മേഖലയിലും തെരുവുനായ ശല്യം കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇടക്കാലത്ത് തദ്ദേശ ഭരണ വകുപ്പ് ചില മാർഗങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ അതൊന്നും കൃത്യമായി ഫലവത്തായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാർത്തിയാനിയമ്മയുടെ മരണം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ജാഗ്രത കുറയുമ്പോൾ തെരുവുനായകളുടെ ആക്രമണം കൂടുന്നു. തീർച്ചയായിട്ടും തദ്ദേശ വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെയും അവധിക്കാലത്തും ഒക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങി നടക്കുന്നതാണ്, മുതിർന്നവർ ഇറങ്ങി നടക്കുന്നതാണ്. ഈ ആക്രമണമൊക്കെ വന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുമായിരിക്കും.